പി സി ജോർജും ജനപക്ഷവും ബി ജെ പിയിലേക്ക് പോകുന്നു. ഒറ്റക്കെട്ടായിട്ടാണ് തീരുമാനമെടുത്തതെന്ന് പി സി ജോർജ് പറയുന്നു. വിവരം ബി ജെ പി നേതാക്കളെ അറിയിച്ചു കഴിഞ്ഞു. ലോക്സഭാ സീറ്റിൽ മത്സരിക്കുന്ന കാര്യം ബി ജെ പി തീരുമാനിക്കുമെന്നാണ് പി സി ജോർജിന്റെ അഭിപ്രായം. ജനപക്ഷം എന്ന പാർട്ടി വളരെ വിശദമായി ചർച്ച ചെയ്ത് തീരുമാനമെടുത്തിരിക്കുന്നത് ബി ജെ പിയോടൊപ്പം പോവുക എന്ന് തന്നെയാണ്. ബി ജെ പിയുടെ പോവുക എന്ന് പറയുമ്പം ബി ജെ പിയിൽ മെമ്പർഷിപ്പ് എടുത്ത് പാർട്ടിയിൽ ചേരണം എന്ന അഭിപ്രായമാണ് പാർട്ടി സ്റ്റേറ്റ് കമ്മിറ്റിയിൽ ഉണ്ടായത്. സീറ്റിൻ്റെ കാര്യമൊന്നും ഞങ്ങൾ സീറ്റൊന്നും പ്രശ്നം, ഞങ്ങൾ ബി ജെ പി ചേരുക എന്ന അഭിപ്രായമാണ്. അങ്ങനെ ബി ജെ പി ചേരുക എന്ന അഭിപ്രായം വന്നു കഴിഞ്ഞാൽ പിന്നെ സീറ്റിൻ്റെ കാര്യത്തിനെ പറ്റി ബി ജെ പി അല്ല നിശ്ചയിക്കുന്നത്, നമ്മളല്ലല്ലോ. ടോബി ജോൺസൺ കോട്ടയത്ത് നിന്ന് വിവരങ്ങളുമായി ചേരുന്നു. ടോബി, ഗുഡ് മോർണിംഗ്. ഇതൊരു പുതിയ വാർത്തയാണെന്ന് പറയാൻ കഴിയില്ല. എത്രയോ കാലമായി അവർ ബി ജെ പിക്കൊപ്പം സഞ്ചരിക്കുകയാണ്. ഇതിന് ഔദ്യോഗിക പ്രഖ്യാപനം വന്നുവെന്നേ ഉള്ളൂ. ഒരുപക്ഷെ പി സി ജോർജ് ലക്ഷ്യം വയ്ക്കുന്നത് എന്തായിരിക്കും ഇതിലൂടെ? തീർച്ചയായിട്ടും അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പ് തന്നെയാണെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല എസ് കെ എൻ. എന്തായാലും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, കഴിഞ്ഞ കുറെ നാളുകളായി അദ്ദേഹം ബി ജെ പിക്കൊപ്പമാണ് അല്ലെങ്കിൽ എൻ ഡി എക്കൊപ്പമാണ് നടന്നുകൊണ്ടിരുന്നത്. എന്നാൽ ബി ജെ പിയിൽ മെമ്പർഷിപ്പ് എടുത്ത് ബി ജെ പിയിൽ അംഗമാകാനുള്ള ഒരു തീരുമാനം വന്നിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്തയായി നമ്മൾ ഇന്ന് പറയുന്നത്. അദ്ദേഹവും അദ്ദേഹത്തോടൊപ്പമുള്ള ജനപക്ഷം അംഗങ്ങളും, അതായത് സംസ്ഥാന കമ്മിറ്റി കൂടി ഇക്കാര്യം ചർച്ച ചെയ്തു. സംസ്ഥാന കമ്മിറ്റിയിലുള്ള ഭൂരിഭാഗം ആളുകളുടെയും ആവശ്യമാണ് ബി ജെ പിയിൽ ചേരണമെന്ന്. അതായത് ഒരു ലയനമല്ല ഉദ്ദേശിക്കുന്നത്. ഞങ്ങൾ ചോദിച്ചു ലയനമാണോ എന്ന് നമ്മൾ ചോദിച്ചിരുന്നു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഇതൊരു ലയനമല്ല, കാരണം ബി ജെ പി പോലൊരു വലിയ പാർട്ടിയിലേക്ക് ചെറിയൊരു ജനപക്ഷം അത് ലയിക്കുന്നത് അത് കാര്യമില്ല, ലയനമല്ല. അതിനപ്പുറത്തേക്ക് ബി ജെ പി അംഗത്വമെടുത്ത് ബി ജെ പിക്കാരായി മാറുക എന്നുള്ളത് തന്നെയാണ് തങ്ങളുടെ ലക്ഷ്യമെന്നാണ് ഇപ്പോൾ പി സി ജോർജ് പറഞ്ഞിട്ടുള്ളത്. ഇതിനുവേണ്ടി ഒരു 5 അംഗ കമ്മിറ്റിയെ നിയോഗിച്ചിരുന്നു. ആ കമ്മിറ്റിയുടെ റിപ്പോർട്ടും ഇത് തന്നെയാണ്. ബി ജെ പിയിൽ ചേർന്ന് പ്രവർത്തിക്കണം, പ്രത്യേകിച്ചും നരേന്ദ്രമോദിയുടെ ഒരു വ്യക്തി ഇതിൽ നരേന്ദ്രമോദിക്ക് കൂടുതൽ പിന്തുണ നൽകാൻ കേരളത്തിൽ നിന്നൊരു പാർട്ടി വേണമെന്നുള്ള ഒരു ചിന്തയുടെ അടിസ്ഥാനത്തിലൊക്കെയാണ് തങ്ങൾ ഇങ്ങനെ ഒരു തീരുമാനം എടുത്തത് എന്നുള്ള ഒരു കാര്യമാണ് പി സി ജോർജ് നമ്മളോട് പങ്കുവച്ചിട്ടുള്ളത്. അതോടൊപ്പം തന്നെ സഭയുടെ ഒരു പിന്തുണയും ഉണ്ടെന്നുള്ള ഒരു കാര്യം കൂടി പി സി ജോർജ് എടുത്തു പറഞ്ഞിട്ടുണ്ട്. ഇത്തരത്തിൽ കഴിഞ്ഞ നാളുകളിൽ നമ്മൾ കണ്ടതാണ്, ബി ജെ പിക്കൊപ്പം നിൽക്കുന്നു, എൻ ഡി എക്കൊപ്പം നിൽക്കുന്നു. എൻ ഡി എയിൽ സീറ്റ് ചോദിച്ചെങ്കിലും പലപ്പോഴും അത് ചില വിവാദങ്ങളിലേക്കൊക്കെ വഴിവെച്ചിരുന്നു. എങ്കിൽ പോലും ബി ജെ പിയിൽ ഘടകകക്ഷിയായിട്ട് നിൽക്കുകയല്ല, എൻ ഡി എയുടെ ഒരു ഘടകകക്ഷിയായിട്ട് നിൽക്കുകയല്ല. അതിനപ്പുറത്തേക്ക് ബി ജെ പി മെമ്പർഷിപ്പ് എടുത്ത് ബി ജെ പിക്കാരനായി മാറാനുള്ള തീരുമാനമാണ് പി സി ജോർജും പി സി ജോർജിന്റെ അണികളും എടുത്തിട്ടുള്ളത് എന്നാണ് നമുക്കിപ്പോൾ പറയാൻ സാധിക്കുന്നത്. എന്തായാലും ഇക്കാര്യത്തിലൊരു തീരുമാനം ഇനി പറയേണ്ടത് ബി ജെ പി നേതൃത്വം തന്നെയാണ്. ഒരുപക്ഷെ സുരേന്ദ്രൻ നയിക്കുന്ന പദയാത്ര കോട്ടയത്തെത്തുമ്പോൾ ഇക്കാര്യത്തിലൊക്കെ ഒരു തീരുമാനം ഉണ്ടായേക്കുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു. എന്തായാലും ചർച്ചകൾ നടന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ബി ജെ പി പറഞ്ഞെങ്കിൽ മാത്രമേ ഇനി മത്സര രംഗത്തേക്കുള്ളൂ. അവർ പറയുകയാണെങ്കിൽ മത്സരിക്കും, ഇല്ലെങ്കിൽ ഇല്ല എന്നുള്ളൊരു നിലപാടിലാണ് പി സി ജോർജ് ഇപ്പോഴുള്ളത്. എസ് കെ എൻ. ഓക്കെ, താങ്ക് യു ടോബി ജോൺസൺ.